ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഗോവയുടെ സൗത്ത് സൈഡിലേക്കാണ്, പാട്നയം ബീച്ച്. അപ്പോൾ ഈ ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാഡി വാട്ടർഫോളിൽ നിന്ന് ഏകദേശം ഒരു 24 മിനിറ്റ് മാറിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ പാട്നയം ബീച്ചിലെത്തി അതിലേക്കുള്ള വഴിയാണ്, വേറൊരു റൂട്ടും കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി വന്നപ്പോഴത്തേക്ക് ഈ ഒരു വഴിയാണ് നമുക്ക് കിട്ടിയത്. ഒരു ചെറിയ വഴി കൂടി നമുക്കിങ്ങനെ വരാം. ഇവിടെ അങ്ങനെ അധികം തിരക്കൊന്നുമില്ല. ഈ ബീച്ചിലെത്തിയിട്ട് നമുക്ക് അധികം ആൾക്കാരെയൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. ഭയങ്കര സൈലൻ്റ് ആയിട്ട് അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ബീച്ചാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ റൂം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് മിക്കതും ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ബീച്ചിൻ്റെ അറ്റത്തോട്ട് സൈഡിലോട്ടൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റിനും മലകളൊക്കെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ പാറകളൊക്കെ നിറഞ്ഞു കിടക്കുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ദേ ഇവിടെ ഒരു പാറയുടെ ടോപ്പിൽ ഇങ്ങനെ എന്തോ ശൂലവും ശിവലിംഗവും അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് കാണാം. പക്ഷേ ഇതിൻ്റെ പൊക്കത്തേക്ക് കയറാനുള്ള വഴിയൊന്നും അങ്ങനെ കണ്ടില്ല. പക്ഷെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പം നമ്മൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ തന്നെയുള്ളൊരു ബീച്ച് വ്യൂ ഉള്ളൊരു റൂമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇപ്പം നമുക്ക് ആ ഒരു റൂം ഒന്ന് ജസ്റ്റ് കാണാം. അപ്പോൾ ഇവർ പറഞ്ഞത് ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടിട്ടാണ് ഈ ചുറ്റിന് ഇങ്ങനെ ഇവർ ഈ ഷീറ്റൊക്കെ ഇട്ട് കെട്ടി വെച്ചേക്കുവാണ്. സീസൺ ടൈമിൽ ഇവർ ഈ ഷീറ്റൊക്കെ എടുത്ത് അഴിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നേരെ ബീച്ചാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ ഈ ഷീറ്റൊക്കെ ഇട്ട് അവരൊരു ഫുള്ളിങ്ങനെ മറച്ച് വെച്ചേക്കുവാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട്. അപ്പോൾ സീസൺ ടൈമിലാണെങ്കിൽ ഈ റൂമിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 5K+ വരും. പക്ഷെ ഇപ്പം ഓഫ് സീസൺ ആയതുകൊണ്ടിട്ട് നമുക്ക് കുറച്ചും കൂടെ ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് കിട്ടി. പിന്നെ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡബിൾ ബെഡ്റൂമാണ്, ഒരു ചെറിയൊരു റൂമാണ്, AC റൂമാണ്. അപ്പോൾ ഈ റൂമിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് ഗ്ലാസ്സസ് ആണ് വരുന്നത്. അത് കർട്ടനിട്ട് മറച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ നമുക്കിവിടെ ബെഡിലിരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ നേരെ നമുക്ക് ബീച്ച് വ്യൂ ഒക്കെ കിട്ടും. നമുക്ക് പകലൊക്കെ ആണെങ്കിൽ എന്താ കർട്ടനൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നേരെ ബീച്ച് വ്യൂ ഒക്കെ കിട്ടി നമുക്ക് ഈ റൂമിൽ റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പാലോളം ബീച്ചാണ്. പാട്നയം ബീച്ചിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ബീച്ച്. ഒരു 10 മിനിറ്റൊക്കെ ഉള്ളൂ ഈ ബീച്ചിലേക്ക്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നല്ല ക്രൗഡഡ് ആയിട്ടുള്ളൊരു ബീച്ച് ഏരിയ ആണ്. നമുക്കിപ്പോൾ തന്നെ കാണാൻ വേണ്ടി പറ്റും. നല്ല ട്രാഫിക്കും കാര്യങ്ങളും, കുറേ ആൾക്കാരൊക്കെ പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. ചുറ്റും ഇതാണ് നല്ല കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വാട്ടർ ഇവൻറ്റ്സ് ഒക്കെ നടക്കും. ഇവിടെ മെയിനായിട്ട് വാട്ടർ ഇവൻറ്റ്സ് ഒക്കെ കുറേ നടക്കുന്ന ഒരു ബീച്ചാണിത്. അതുപോലെ തന്നെ സൗത്ത് ഗോവ ട്രിപ്പിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തുന്ന ഒരു ബീച്ചാണിത്. സൗത്ത് ഗോവയിൽ വന്നവർ മസ്റ്റായിട്ട് ഈ ഒരു ബീച്ച് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവണം. എല്ലാവരും തന്നെ ട്രിപ്പിൽ ഉൾപ്പെടുത്തുന്ന ഒരു ബീച്ചും കൂടിയാണിത്. പിന്നെ കൂടുതലായിട്ട് ഫാമിലിയൊക്കെ വരുന്നൊരു സ്ഥലമാണിത്. നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും. പിന്നെ ലൈഫ് ഗാർഡൊക്കെ ഉള്ളതുകൊണ്ടിട്ട് തന്നെ സേഫാണ്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ സൈഡിലായിട്ട് കുറേ ബീച്ച് സൈഡ് റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ അഗോണ്ട ബീച്ച്.
അപ്പോൾ ഇപ്പം നമ്മളുള്ളത് അഗോണ്ട ബീച്ചിലാണ്. പാലോളിയം ബീച്ചിന് തൊട്ടടുത്ത് തന്നെയുള്ള ബീച്ചാണ്. പക്ഷേ അവിടുത്തെ അത്രയും തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ചുറ്റും നോക്കിയാൽ കാണാം അത്രയും തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവിടെ നിന്ന് പറഞ്ഞൊരു 30 മിനിറ്റ് മാറിയിട്ടാണ് ഈ ബീച്ചുള്ളത്. അപ്പോൾ അടുത്ത് നമ്മൾ പോണത് കോള ബീച്ചിലേക്കാണ്. നമ്മുടെ അഗോണ്ട ബീച്ചിന് ഏകദേശം ഒരു 20 മിനിറ്റ് ട്രാവലേ ഈ ഒരു ബീച്ചിലേക്ക് വരുന്നുള്ളൂ. മെയിൻ റോഡിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ഉള്ളിലേക്കാണ് ഈ ഒരു ബീച്ച് ഉള്ളത്. അങ്ങോട്ടേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ മഴയൊക്കെ പെയ്തുകൊണ്ട് ഫുള്ള് ചെളിയായിട്ട് കിടന്നുകൊണ്ട് 2 വീലറൊക്കെ പോകാനായിട്ട് നല്ല പണിയായിരുന്നു. വണ്ടി തെന്നുമായിരുന്നു. കാറാണെങ്കിൽ അത്ര പ്രശ്നമില്ല, പിന്നെ അടി തട്ടും അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളാണ് കാറിന് വന്നത്. ഇപ്പോൾ ഈ വഴി പോകാനായിട്ട് വണ്ടി ഇടക്കിടക്ക് തെന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല പണിയായിട്ടാണ് അങ്ങോട്ട് പോയത്. പിന്നെ നടക്കാനാണെങ്കിൽ കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് ഉണ്ട് ഉള്ളിലേക്ക് ഈ ബീച്ചിലേക്ക് എത്താനായിട്ട്. വഴി കുറച്ച് മോശമായതുകൊണ്ടിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് നല്ല പണിയായിരുന്നെങ്കിലും ഇവിടെ എത്തിയപ്പോൾ ഉള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായിപ്പോൾ. അതിന് അത്രയും നല്ലൊരു വ്യൂ ആണ് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. വഴി കുറച്ച് കഷ്ടപ്പെട്ട് നമ്മളിവിടെ എത്തിയെങ്കിലും വ്യൂ സൂപ്പറാണ്. ഇപ്പം നമ്മളുള്ളത് കോള ബീച്ചിൻ്റെ ടോപ്പിലാണ്. ഇവിടെ കാണാൻ വേണ്ടി പറ്റും നല്ലൊരു വ്യൂ ആണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും നമ്മൾ അയ്യോ പോകണമെന്നുള്ള വിചാരിച്ച, പക്ഷേ ഇവിടെ വന്നില്ലെങ്കിൽ ഭയങ്കര മിസ്സിങ് ആയിപ്പോൾ അതിനെ കോപ്പി വന്നപ്പോൾ. കാരണം അത്രയും അടിപൊളി വ്യൂ ആണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റുക. സൗത്ത് ഗോവ വിസിറ്റ് ചെയ്യുന്നവർക്ക് ഈ സൺസെറ്റ് കാണാനായിട്ട് ഏറ്റവും നല്ലൊരു സ്പോട്ട് ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെയാണെങ്കിൽ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കാറ്റായതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ടൈം നമുക്കിങ്ങനെ സ്പെൻഡ് ചെയ്തിരിക്കാൻ തോന്നും. പിന്നെ ഇവിടെ വന്നപ്പോൾ കുറേ പേര് പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ സൺസെറ്റ് കണ്ട് അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ നമ്മളും കുറച്ച് നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തു. നല്ലൊരു ടൈമായിരുന്നു അത്. നമ്മൾ നേരത്തെ പൊക്കത്തു നിന്നുള്ള വ്യൂ ആണ് കണ്ടത്. അതിൻ്റെ തന്നെ താഴ്ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കൂടി ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് വെള്ളത്തിലേക്കൊക്കെ ചെല്ലാം. പക്ഷേ ഈ താഴത്തേക്ക് എത്താനായിട്ട് നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി കുറച്ച് നടത്തമുണ്ട് ഇങ്ങോട്ടേക്ക്. പക്ഷേ ഇവിടെ എത്തിയാൽ അടിപൊളിയാണ്. അങ്ങനെ തിരിച്ച് പാലോളിയം ബീച്ചിലെത്തി. ഒരു ഡിന്നറോട് കൂടെ നമ്മുടെ സൗത്ത് ഗോവ ട്രിപ്പ് കാഴ്ചകളെല്ലാം അവസാനിച്ചു. അടുത്തതായി നമ്മൾ പോണത് നോർത്ത് ഗോവയിലേക്കാണ്. നോർത്ത് ഗോവയിലെ കാഴ്ചകളുമായി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്.